ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിശിഷ്ടാതിഥികളെ, സഹോദരങ്ങളെ, ഇത് കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ദിവസമാണ്. സി അശ്വനി ഗുപ്ത ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് ലോകത്തിലേക്കുള്ള കേരളത്തിൻ്റെ വികസന കവാടമാണെന്ന് തുറന്നിരിക്കുന്നത്. ഇതിനെ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക്, നാടിൻ്റെ വളർച്ചയ്ക്ക്, രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി. അദ്ദേഹം ഈ ഓപ്പറേഷൻസിനെ കുറിച്ചും അതിൻ്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ചും എല്ലാം സംസാരിച്ചത് ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷെ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റും ഇല്ലാതെ, ഒരു പോർട്ടിലും പോകാതെ ഏത് സാധനവും ഈ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് ലോകത്തിലെ ഏത് തുറമുഖത്തേക്കും കയറ്റി അയക്കാം. 6 ഭൂഖണ്ഡങ്ങളിലെ നിരവധി രാജ്യങ്ങളിലെ 100 കണക്കിന് തുറമുഖങ്ങളിലേക്ക് ഇവിടെ നിന്ന് കയറ്റുമതിയും കുറച്ച് കഴിയുമ്പോൾ ഇറക്കുമതിയും ആരംഭിക്കും. നമുക്ക് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ് വിഴിഞ്ഞത്തുള്ളത്. ഇന്ത്യയിൽ ഒരു തുറമുഖത്തിനും ഇതുവരെ സാധ്യമാകാത്ത ഓട്ടോമാറ്റിക് സിസ്റ്റം, ആൽഗരിതം ഡ്രിവണായിട്ടുള്ള കയറ്റിറക്കുമതി സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. ആർക്കും ഒരു അപകടമില്ലാതെ ഭംഗിയായി കയറ്റിറക്കുമതി ജോലികൾ ചെയ്യാൻ പറ്റുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൂടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി നമ്മുടെ തിരുവനന്തപുരത്തുണ്ടായിരിക്കുന്നു എന്നത് നമുക്കെല്ലാവർക്കും അഭിമാനകരമായ കാര്യമാണ്. നമുക്കറിയാം, ഈ പോർട്ടിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിന് കുറേ ഒബ്ലിഗേഷൻസ് ഉണ്ട്. ഇതിനു മുൻപ് ഇവിടെ നടന്നൊരു സമ്മേളനത്തിൽ വെച്ച് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ കഴിഞ്ഞ 10 വർഷം നമ്മളത് മിസ് ചെയ്തു. ഞാൻ ഓർക്കുന്നു, റോഡ് കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയും കൂടി കഴിഞ്ഞ 10 വർഷം കൊണ്ട് ചെയ്തു തീർക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് ഈ പോർട്ടിൻ്റെ കിട്ടുന്ന ഗുണത്തിൻ്റെ 100 ഇരട്ടിയായിരുന്നേനെ ഇപ്പോൾ ഇതിൻ്റെ കിട്ടുന്നതിൻ്റെ നേട്ടം. വൈകിപ്പോയി. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ടു ലേറ്റ്. ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു സ്റ്റാർട്ട് അവർ വർക്ക്. നമ്മൾ തുടങ്ങണം. ഞങ്ങൾ വന്നതിന് ശേഷം 100 ദിവസം ആയിട്ടില്ല ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ട്. ആദ്യത്തെ മാസം തന്നെ ഒരു തീരുമാനമെടുത്തു. ഇവിടുത്തെ റിംഗ് റോഡിന് 12,000 കോടി രൂപയുടെ പ്രോജക്റ്റിന് ലാൻഡ് അക്വിസിഷന് വേണ്ടി 3,200 കോടി കൊടുക്കണമെന്ന് പറഞ്ഞു. കൊടുക്കാനുള്ള തീരുമാനമെടുത്തു. നേരത്തെ ആയിരുന്നു ആ തീരുമാനം എടുത്തിരുന്നെങ്കിൽ 1,600 കോടി മതിയായിരുന്നു. ഇപ്പം അത് 3,200 കോടിയായി. ഇനിയും വൈകിക്കാൻ പാടില്ല, അതൊക്കെ എടുത്തു. ഈ പോർട്ടുമായി ബന്ധപ്പെട്ട അതിൻ്റെ വികസനത്തിന് ഈ കൺസെഷൻ എഗ്രിമെൻറ്റിലുള്ള ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഒബ്ലിഗേഷൻസും സമയബന്ധിതമായി അത് തീർക്കും. അത് വേഗത്തിലുണ്ടാവും. കേരളത്തിൽ ഇന്നുവരെ കാണാത്ത വേഗത്തിൽ ലാൻഡ് അക്വിസിഷൻ ചെയ്ത് തീർക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കഴിഞ്ഞ ദിവസം വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ അവരുടെ ഒരു വളരെ നന്നായി സ്റ്റഡി ചെയ്തൊരു പ്രസൻറ്റേഷൻ അവർ നടത്തി വ്യവസായ വകുപ്പ്. അതിലേറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് വ്യവസായ വകുപ്പിൻ്റെ ഏജൻസികളായ കിൻഫ്രയോടും ഇൻകലിനോടും പരമാവധി സ്ഥലം വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടും തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ടും അക്വയർ ചെയ്യാൻ പറഞ്ഞിരിക്കുക. ലാൻഡ് അക്വയർ ചെയ്യാൻ പറഞ്ഞിരിക്കുക. നമുക്ക് ലോജിസ്റ്റിക്സ് പാർക്കുകൾ ഉണ്ടാകണം, വെയർ ഹൗസിംഗ് സ്റ്റേഷനുകൾ ഉണ്ടാകണം, കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻസ് ഉണ്ടാകണം, നമുക്ക് ഈ ഫ്രീ ഇൻഡസ്ട്രി സോൺ ഉണ്ടാകണം, നമുക്ക് നമ്മുടെ പ്രോസസ്സിങ് വേണം, നമ്മുടെ ഫിഷ് പ്രോസസ്സിങ് സോണുകൾ ഉണ്ടാകണം, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകണം. കേരളത്തിലെ നമ്മുടെ പ്രോഡക്റ്റുകൾ കൂടി നമുക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റണം. നമ്മുടെ ട്രഡീഷണൽ ഇൻഡസ്ട്രി, കശുവണ്ടി, കയർ, കൈത്തറി തുടങ്ങിയ മെറ്റീരിയൽസ്, നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ, നമ്മുടെ ഒളിയോർസൻസ്, ഇതെല്ലാം കേരളത്തിൽ നിന്ന് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നൊരു തടസ്സവും കൂടാതെ നമുക്ക് എല്ലാ ലോക രാജ്യങ്ങളിലും എത്തിക്കാൻ കഴിയണം. ഇന്ന് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത്, ഇന്ന് കയറ്റുമതി ചെയ്യുന്ന സാധനത്തിൽ
2 സ്ഥാപനങ്ങളുടെ നിലമേൽ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെയും ആസ്പിൻ വാളിൻ്റെയും ഫുഡ് പ്രോഡക്ട്സ് പോവുകയാണ്. എന്തൊക്കെയുണ്ടെന്നറിയാം ഇന്ന് പോകുന്നതിൽ? ഇഡലിയും സാമ്പാറും ഉണ്ട്. ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഇലയടയുണ്ട്, പഴംപൊരിയുണ്ട്. ഇതടക്കമുള്ള കേരളത്തിലെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇന്ന് കയറ്റുമതി ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പം ഞങ്ങൾ ഗവൺമെൻറ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ, വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ, അതിനെല്ലാം ഞങ്ങൾ കേരള ബ്രാൻഡ് കൊടുക്കുകയാണ് പരിശോധിച്ച്. ആ കേരള ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾ കൂടി ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യപ്പെടാൻ കഴിയുമെന്നുള്ളത് നമ്മുടെ വലിയ സ്വപ്നമാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാകാനാണ് ഇന്നുള്ള ഈ സംഭവം തുടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ അനുബന്ധമായ കാര്യങ്ങൾ സമയബന്ധിതമായി തീർക്കാനുള്ള